നമുക്കറിയാം 2 ആഴ്ച മുന്നേ വരെ ടെലിവിഷൻ ചാനലുകളിൽ വളരെയധികം കത്തിയുന്നൊരു വാർത്തയായിരുന്നു അർജുൻ്റെ റെസ്ക്യൂ എന്ന് പറയുന്നത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക. 300 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. ലൈക്ക് ചെയ്യാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തണം, അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. കൂടുതൽ പേര് ലൈക്ക് ചെയ്താൽ കൂടുതൽ പേര് ഈ ഒരു വീഡിയോ കാണും, അതുകൊണ്ട് മാത്രമാണ്. സോ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാനായി ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഡ്രഡ്ജർ വന്നാൽ മാത്രമേ ഈ ഒരു രക്ഷാപ്രവർത്തനം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. എന്തായാലും അതൊക്കെ അവർ പറഞ്ഞിട്ട് ഇപ്പോൾ 2-3 ആഴ്ചയാകുന്നു. അതായത് കഴിഞ്ഞ ആഴ്ച കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഡ്രഡ്ജറാണ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു തീരുമാനം എപ്പോൾ എടുത്തിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഏതാണ്ട് 96 ലക്ഷവും 1 കോടിക്കടുത്ത് ഈ ഒരു ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് കൊണ്ടുവരാനുള്ള ചിലവുണ്ടായിരുന്നു. സോ അത് ആര് വഹിക്കും എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ടായിരുന്നു. സോ ഇപ്പോൾ അത് കർണാടക സർക്കാർ വഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കർണാടക സർക്കാർ ഈ 1 കോടി ഇപ്പോൾ മുടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച, മിക്കവാറും തിങ്കളാഴ്ച എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച ഒരു പകുതിയോടുകൂടി ഒരു ഡ്രഡ്ജർ ഈ ഒരു ഷിരൂരിലേക്ക് എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും അത് വളരെ എന്താ പറയുക, സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം തിരിച്ചു വരുമെന്ന വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു വാർത്ത തന്നെയാണ്. എന്തായാലും അടുത്ത ആഴ്ച വരുമെന്ന് തന്നെ വിചാരിക്കാം. എന്താണൊരു മിനിറ്റോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നും വിചാരിക്കും. എന്തായാലും ഇത് കുറേയായി, ഈ ആഴ്ചയെങ്കിലും വരണം, അതായത് അടുത്ത ആഴ്ചയെങ്കിലും ഇത് വന്നിരിക്കണം, അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കണം.